ഹായ് ഡിയേഴ്സ്, നമ്മളൊരു സ്കോളർഷിപ്പിൻ്റെ വീഡിയോ ആണ് ചെയ്യുന്നത് കേട്ടോ. ഇന്ന് മദർ തെരേസ സ്കോളർഷിപ്പ്. നിങ്ങൾ 2023 25 നഴ്സിങ്ങോ അല്ലെങ്കിൽ നഴ്സിംഗ് ഡിപ്ലോമ കോഴ്സുകളോ ജനറൽ നഴ്സിങ്ങോ പാരാമെഡിക്കൽ കോഴ്സുകളോ ഗവൺമെൻറ്റിലോ എയ്ഡഡിലോ അല്ലെങ്കിൽ പ്രൈവറ്റിലോ, അത് ഗവൺമെൻറ് അംഗീകരിച്ച പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളാകണം, അങ്ങനെ പഠിക്കുന്ന കുട്ടികൾ ഒക്കെ ഈ ഒരു സ്കോളർഷിപ്പിന് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ 2024 ഇപ്പോൾ ഫസ്റ്റ് ഇയർ ആയിരിക്കുമല്ലോ, അങ്ങനെയുള്ളവർക്ക് കൊടുക്കാം. ഇനി നിങ്ങൾ അറിഞ്ഞില്ല, നിങ്ങളിപ്പോൾ സെക്കൻഡ് ഇയർ ആണ്, അങ്ങനെയുള്ള കുട്ടികൾക്കും ഇത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ 15,000 രൂപയാണ് ഈ ഒരു സ്കോളർഷിപ്പിൻ്റെ എമൗണ്ട്. ഇത് ഒരു തവണ മാത്രം കിട്ടുള്ളൂ. നിങ്ങൾ ഫസ്റ്റ് ഇയർ അപേക്ഷിച്ചവരാണെങ്കിൽ പിന്നെ സെക്കൻഡ് ഇയറിൽ പുതുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ ഫസ്റ്റ് ഇയർ അറിഞ്ഞില്ല, ഇപ്പോഴാണ് ഇതിനെപ്പറ്റി അറിയണമെങ്കിൽ ഇപ്പോൾ സെക്കൻഡ് ഇയർ ആണെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. അതല്ല 24 ഫസ്റ്റ് അഡ്മിഷൻ എടുത്തേക്കുന്നത്, അതായത് ഇപ്പോൾ ഫസ്റ്റ് ഇയർ പഠിക്കുന്ന കുട്ടികൾക്കും കൊടുക്കാം കേട്ടോ ഈ ഒരു സ്കോളർഷിപ്പ്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് മൈനോറിറ്റി വെൽഫെയർ നൽകുന്ന സ്കോളർഷിപ്പാണ്. അപ്പോൾ മൈനോറിറ്റി കാറ്റഗറിയിൽ കേരളത്തിലെ ക്രിസ്ത്യൻ ഇസ്ലാം കാറ്റഗറിയാണ് വരുന്നത്. സോ അവർക്ക് മാത്രമാണ് ഈ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ കേട്ടോ. ഇനി ഇതിൽ തന്നെ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ, ഗവൺമെൻറ്റിലോ എയ്ഡിലോ പ്രൈവറ്റിലോ അഡ്മിഷൻ എടുത്തവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അതെങ്ങനെയുള്ള അഡ്മിഷൻ ആയിരിക്കണം? മെറിറ്റ് സീറ്റിലേക്ക്. അപ്പോൾ നമ്മൾ സാധാരണ മെറിറ്റ് സീറ്റിലേക്ക് അലോട്ട്മെൻറ്റ് വഴിയായിരിക്കുമല്ലോ, അപ്പോൾ അലോട്ട്മെൻറ്റ് മെമ്മോ ഇതിൽ വേണം. സോ അലോട്ട്മെൻറ്റ് വഴി മെറിറ്റ് സീറ്റിലേക്ക് അഡ്മിഷൻ എടുത്തേക്കുന്ന കുട്ടികൾക്കാണ് ഈ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. പിന്നെ 45% മാർക്ക് +2 വേണം എന്നുള്ളതാണ്. അതെല്ലാവർക്കും ഉണ്ടാവും, അല്ലാതെ നമുക്കൊരു അഡ്മിഷൻ തീർച്ചയായിട്ടും അലോട്ട്മെൻറ്റ് വഴി കിട്ടാനുള്ള ചാൻസ് ഇല്ല. ഇനി ഇതിൽ 8 ലക്ഷം രൂപ വരെ വരുമാനമുള്ള കുട്ടികൾക്ക് കൊടുക്കാം. ഫസ്റ്റ് പ്രയോറിറ്റി ഇതിൻ്റെ വരുമാനം കുറവും പിന്നെ മാർക്കും അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ BPLകാരുണ്ടെങ്കിൽ അവരെ ആയിരിക്കും ആദ്യം പരിഗണിക്കുക. പിന്നെ നമ്മൾ നേരത്തെ മനസ്സിലായല്ലോ, അതിൻ്റെ ഒരു പരിഗണിക്കുന്ന പ്രയോറിറ്റി എന്ന് പറയുന്നത് കൂടുതൽ മാർക്കും കുറഞ്ഞ ഇൻകമുള്ള ഓരോ കേസാണ് പരിഗണിക്കുന്നത്. പക്ഷേ കൊടുക്കാട്ടോ, ഇത് മിക്കവർക്കും പാസ്സായി വരുന്ന ഒരു സ്കോളർഷിപ്പ് തന്നെയാണ്. ഇപ്പോൾ 8 ലക്ഷം രൂപ വരുമാനം ഉള്ളവരാണെങ്കിലും നിങ്ങൾ അപ്ലൈ ചെയ്തേക്കാം കേട്ടോ. ഇതിൽ 50% സ്കോളർഷിപ്പും പെൺകുട്ടികൾക്കായിട്ട് മാറ്റിവെച്ചേക്കുന്ന ഒരു സ്കോളർഷിപ്പ് തന്നെയാണ്. അപ്പോൾ പെൺകുട്ടികളുടെ ഇല്ല എങ്കിൽ അത് ആൺകുട്ടികളെയും കൂടി ആ ഒരു സീറ്റിലേക്ക് പരിഗണിക്കും എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് ഇയർ പഠിക്കുന്നവർക്കും സെക്കൻഡ് ഇയർ പഠിക്കുന്നവർക്കും കൊടുക്കാം, പക്ഷേ ഒരു തവണ മാത്രമേ കിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നിങ്ങൾ minority-welfare.kerala.gov.in എന്നുള്ള വെബ്സൈറ്റിൽ പോയി നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യണം. അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് നിലവിൽ 17/1/2025 ആണ്. നിങ്ങളത് കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ കാണണമെങ്കിലും വെബ്സൈറ്റിൽ, ഞാൻ നേരത്തെ പറഞ്ഞ മൈനോറിറ്റി വെൽഫെയറിൻ്റെ വെബ്സൈറ്റിൽ കയറി ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ റണ്ണിങ്ങിൽ കാണിക്കുന്നുണ്ടാവും, അങ്ങനെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൺലൈൻ ആപ്ലിക്കേഷനൊക്കെ ചെയ്തിട്ട് അതിൻ്റെ പ്രിൻ്റ് ഔട്ടും നമ്മളതിൽ കുറച്ച് സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് പറയാം. ആ സർട്ടിഫിക്കറ്റുകളുടെ കോപ്പി, അല്ലെങ്കിൽ അവിടെ പറഞ്ഞിട്ടുണ്ടാവും എന്തൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത്. സോ ആ ഒരു കാര്യങ്ങളുമായിട്ട് നിങ്ങൾ പഠിക്കുന്ന ഓൺലൈൻ അപ്ലൈ ചെയ്തതിന് ശേഷം ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ടും അതിൽ പറയുന്ന കുറച്ച് രേഖകളും കൂടി നിങ്ങൾ ഇപ്പോൾ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 17-ാം തീയതിക്ക് മുമ്പ് തന്നെ കൊടുക്കണം കേട്ടോ. അതിന് പ്രത്യേകിച്ച് ഡേറ്റ് പറയുന്നുണ്ടോ എന്ന് നോക്കാം. ഇപ്പോൾ നിലവിൽ ഓൺലൈൻ ആപ്ലിക്കേഷനാണ് 17-ാം തീയതി വരെ പറഞ്ഞേക്കുന്നത്. മേ ബി ചിലപ്പോൾ 17-ാം തീയതി കഴിഞ്ഞിട്ടാണെങ്കിലും ചിലപ്പോൾ സർട്ടിഫിക്കറ്റ് കോളേജുകളിൽ ചിലപ്പോൾ സ്വീകരിച്ചേക്കാം. പക്ഷേ അതിന് ഡേറ്റ് പറയുന്നുണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം കേട്ടോ. 17-ാം തീയതിക്ക് മുമ്പ് തീർച്ചയായിട്ടും കോളേജിലൊക്കെ കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക തന്നെ ചെയ്യുക. അതിന് ഡേറ്റ് ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇരിക്കരുത്. അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് minority-welfare.kerala.gov.in എന്നുള്ള വെബ്സൈറ്റിൽ കയറാം. അപ്പോൾ നിങ്ങൾ ഓൺലൈൻ ഇതിന് മുമ്പ് മൈനോറിറ്റിയുടെ ഏതെങ്കിലും സ്കോളർഷിപ്പ് ഉണ്ടെങ്കിൽ വീണ്ടും ന്യൂ രജിസ്ട്രേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആ പാസ്വേഡ് ID-യും കൊടുത്തിട്ട് ലോഗിൻ ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ കൊടുത്താൽ മതി. അല്ലെങ്കിൽ ആദ്യത്തെ രജിസ്ട്രേഷൻ മുതൽ ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ അവിടെ നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ 10th-ലാണെങ്കിൽ 10th-ല, 12th-ലാണെങ്കിൽ 12th-ലൊക്കെ കറക്റ്റായിട്ട് തന്നെ കൊടുക്കുക. സർട്ടിഫിക്കറ്റിലുള്ള പോലെ തന്നെ എല്ലാ കാര്യങ്ങളും കൊടുക്കുക. പിന്നെ നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ടത് നമ്മുടെ ഫോട്ടോ വേണം, സിഗ്നേച്ചർ വേണം, SSLCയുടെ സർട്ടിഫിക്കറ്റ്, ഇൻകം സർട്ടിഫിക്കറ്റ്, റേഷൻ കാർഡിൻ്റെ കോപ്പി, അലോട്ട്മെൻറ്റ് മെമ്മോ. അപ്പോൾ ചിലവർക്ക് ഇപ്പോൾ NCL സർട്ടിഫിക്കറ്റിൽ ഇൻകം ഒക്കെ പറയുന്നുണ്ടെങ്കിൽ അത് തന്നെ കൊടുത്താൽ മതി. അതല്ലെങ്കിൽ മൈനോറിറ്റി സർട്ടിഫിക്കറ്റും ഇൻകം സർട്ടിഫിക്കറ്റും ഒക്കെ പറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് തന്നെ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് ഓരോ പ്ലേസിനും ഓരോ PDF ആയിട്ട് കൊടുക്കുക കേട്ടോ. കറക്റ്റായിട്ട് മെർജ് ചെയ്ത് അത്ര ഇതിൽ കൊടുക്കുക. പിന്നെ ഒരു സ്ഥലത്തിപ്പോൾ ചിലപ്പോൾ നമ്മുടെ ഈ ഇൻകം അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് കൂടി കൊടുക്കാനായിട്ട് ഒരു പ്ലേസ് ഉള്ളെങ്കിൽ രണ്ടും കൂടി മെർജ് ചെയ്തിട്ട് ഒറ്റ സർട്ടിഫിക്കറ്റ് ആയിട്ട് കൊടുക്കുക. അതെങ്ങനെയാണോ അവിടെ ചോദിച്ചേക്കുന്നത് ആ രീതിയിൽ തന്നെ സർട്ടിഫിക്കറ്റുകളൊക്കെ അപ്ലോഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ വേണ്ടത് ഫോട്ടോ, സിഗ്നേച്ചർ,
SSLCയുടെ സർട്ടിഫിക്കറ്റ്, ഇൻകം സർട്ടിഫിക്കറ്റ്, റേഷൻ കാർഡിൻ്റെ കോപ്പി, അലോട്ട്മെൻറ്റ് മെമ്മോ, ഇതെല്ലാം കറക്റ്റായിട്ട് PDF ആയിട്ട് അതിൽ അപ്ലോഡ് ചെയ്യുക. മിക്കവാറും ഈ സർട്ടിഫിക്കറ്റുകളൊക്കെ തന്നെ ആയിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റുകളുടെ കോപ്പിയൊക്കെ ആയിരിക്കും നമ്മൾ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് കോളേജിൽ കൊടുക്കേണ്ട സമയത്തും കൊടുക്കേണ്ടത്. അപ്പോൾ അതൊക്കെ ഓർഡർ ചെയ്തിട്ട് തന്നെ കൊടുക്കുക കേട്ടോ. ഇനി നമ്മളെല്ലാം ചെയ്തിട്ട് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് പ്രിൻ്റ് ഔട്ട് കിട്ടുള്ളൂ. അപ്പോൾ പ്രിൻ്റ് ഔട്ട് കിട്ടുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ എന്തെങ്കിലും ലാസ്റ്റുള്ള കാര്യം ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ എടുത്തിട്ട് പ്രിൻ്റ് ഔട്ട് എടുക്കണം കേട്ടോ. ഇനി സ്കോളർഷിപ്പിൻ്റെ ആപ്ലിക്കേഷൻ കൊടുത്ത ശേഷം വ്യൂ ഓർ പ്രിൻ്റ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടൊരു മെനു ഉണ്ടാവും. സോ അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഇതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഇനി നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങളുടെ അതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ അലോട്ട്മെൻറ്റ് മെമ്മോ അവിടെ അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല എങ്കിൽ മിക്കവാറും പറയും. പക്ഷേ നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ അലോട്ട്മെൻറ്റ് മെമ്മോയുടെ കോപ്പിയും കൂടി കോളേജിൽ നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുത്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ വെക്കണം കേട്ടോ. പിന്നെ പാസ്ബുക്കിൻ്റെ കോപ്പിയും നിങ്ങൾ നിർബന്ധമായിട്ടും നമ്മുടെ IFSC കോഡൊക്കെ ഉൾപ്പെടുന്ന ഫ്രണ്ട് പേജ് ഉണ്ടല്ലോ അതിൻ്റെ കോപ്പിയും ആപ്ലിക്കേഷൻ്റെ ഫോം കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ വെക്കുകയും ചെയ്യണം കേട്ടോ. ഇനി ആധാറിൻ്റെ കോപ്പി വേണം, നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി വേണം. നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് നിങ്ങൾ കേരളത്തിൽ തന്നെ ജനിച്ചവരാണെങ്കിൽ SSLC സർട്ടിഫിക്കറ്റിൽ ആ നേറ്റിവിറ്റി എവിടെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നേറ്റീവ് പ്ലേസ് അല്ലെങ്കിൽ പ്ലേസ് ഓഫ് ബർത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ SSLC സർട്ടിഫിക്കറ്റ് തന്നെ നേറ്റിവിറ്റി പ്രൂഫായിട്ട് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ വില്ലേജ് ഓഫീസിൽ നിന്നുള്ള നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് വാങ്ങി നൽകാം. പാസ്പോർട്ടും നേറ്റിവിറ്റി പ്രൂഫാണ്. അപ്പോൾ അങ്ങനെയുള്ള ഏതാണോ നേറ്റിവിറ്റി പ്രൂഫ് ഉള്ളത് അതും കൊടുക്കണം കേട്ടോ നിങ്ങൾ സർട്ടിഫിക്കറ്റുകൾ കൊടുക്കുമ്പോൾ. പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കോളേജിൽ കൊണ്ടുപോയി കൊടുക്കുകയുള്ളൂ. അവിടെ നിന്ന് കറക്റ്റായിട്ടുള്ള ഇതൊക്കെ ചെയ്തതിന് ശേഷം മൈനോറിറ്റി ഇതിലേക്ക് കൊടുത്തോളും കേട്ടോ. അപ്രൂവലും എല്ലാം കൊടുത്തോളും, അവർ കൊടുത്തോളും കോളേജ്. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് നിങ്ങൾ കോളേജിൽ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് 18-ാം തീയതിയാണ്. നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് 17-ാം തീയതിയാണ്. അപ്പോൾ 17-ാം തീയതിക്കുള്ളിൽ അപ്ലൈ ചെയ്യുക കേട്ടോ. അതിനുശേഷം 18-ാം തീയതി വരെ നിങ്ങൾക്ക് കോളേജിൽ കൊടുക്കാൻ സമയമുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ ഇന്ന് തന്നെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മൺഡേ കോളേജ് തുറക്കുമ്പോൾ നിങ്ങൾക്ക് മൺഡേ കൊടുക്കാമല്ലോ. അപ്പോൾ അങ്ങനെയും ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ, കുഴപ്പമില്ല. എന്തായാലും 18-ാം തീയതിക്ക് മുമ്പ് നിങ്ങൾ കോളേജിൽ ഈ ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്ത് പ്രിൻ്റ് ഔട്ടും നേരത്തെ പറഞ്ഞ സർട്ടിഫിക്കറ്റുകളൊക്കെ ആയിട്ട് ഹാജരാക്കേണ്ടത് കറക്റ്റായിട്ട് തന്നെ ചെയ്യാം. ഇനി പിന്നെ കോളേജിൽ നിന്നുള്ള കാര്യങ്ങളാണ്, അത് 21-ാം തീയതി അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ വെബ്സൈറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഈ ഒരു ഇത് കിട്ടും. ഇതിൽ ഫോൺ നമ്പറുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഫോൺ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇതാണ് മൈനോറിറ്റി വെൽഫെയറിൻ്റെ വെബ്സൈറ്റ്. നിങ്ങളിതിൽ വന്നിട്ടുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും ഇതിൽ കാണാൻ പറ്റും കേട്ടോ. ഓക്കെ, ഈ ഓരോ സ്കോളർഷിപ്പുകളെ പറ്റി ഇവിടെ കൊടുത്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. ടേക്ക് കെയർ. താങ്ക് യു.